and welcome back to my channel Easy Learn for Class 9. So last video we motion chapter a quick intro നടത്തി ചാപ്റ്ററിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് നമ്മൾ 5 ടോപ്പിക്സ് ആയിട്ടൊക്കെ ആയിരുന്നു. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ക്വിക്ക്ലി ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. കാരണം അതിലാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്ന മോഷൻ ചാപ്റ്ററിന്റെ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നും. സോ ഇന്ന് ഞാൻ ബിഗിൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ the first topic is distance and displacement. So distance and displacement concepts ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Then we'll go to the numericals. Okay. First നമുക്ക് ഡിസ്റ്റൻസ് പഠിക്കാം. So what is the first topic? Distance. Distance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ path covered എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾ തെറ്റ് പറയില്ലല്ലോ. Path covered. അത് കറക്റ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? അപ്പൊ ഞാനിപ്പോ ഒരു പാത്ത് പറയാം. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ മറന്നില്ല, ഒറിജിൻ പോയിന്റ് പറഞ്ഞു, ബിയിലെത്തി. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meters. അങ്ങനെയാണെങ്കിൽ യു ഗൈസ് ടെൽ മീ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇഫ് എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം എ. ഒരു പേഴ്സൺ ഉണ്ട്, ഹി സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ ആൻഡ് goes in this direction and reaches point B. എന്താണ് ഡിസ്റ്റൻസ്? പാത്ത് കവേർഡ്. സിമ്പിൾ. എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നതെന്ന് വിചാരിക്കും അല്ലേ? 10 meters ഉള്ളൂ, 10 meters കവർ ചെയ്തു. ഗുഡ്. ഇനി ഇയാൾ ഇവിടെ കൊണ്ടൊന്നും നിന്നില്ല, ഈ പേഴ്സൺ. Then he traveled towards the south 50 meters. Okay, ഞാൻ കുറച്ച് കോംപ്ലക്സ് ആക്കുവാണ്. Then he travels towards the east or the right 20 meters. പിന്നെ നിന്നില്ല. Maybe he'll stop here. He travels towards this point that is again 10 meters or 50 meters. അങ്ങനെയാകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് ഇയാൾ കവർ ചെയ്യുന്നത്? അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പ്രൈമറിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റാണ് ഇത്. അതിനകത്ത് നിങ്ങൾ ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ടുള്ള ഡിഫറൻസ് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായാലേ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ പറയുന്ന സിമ്പിൾ കോൺസെപ്റ്റ് തലയിലോട്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? എ ടു ബി 10 meters, ബി ടു സി 50 meters, സി ടു ഡി 20, ഡി ടു ഇ 50. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 10 + 50 + 20 + 50. ഞാനിവിടെ ഏത് പാത്താണെന്ന് ഒന്നും നോക്കരുത്. ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് നിങ്ങൾ ട്രാവൽ ചെയ്തു അത്രയും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടണം അല്ലേ? ദാറ്റ് ഈസ് 10 + 50 + 20 + 50. അത് എത്രയാണ്? 130 meters. സോ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും എന്ത് SI യൂണിറ്റിലാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഐദർ സെറ്റ് ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സ് ആണ് SI യൂണിറ്റ്. ക്വസ്റ്റ്യനിൽ നമുക്ക് കിലോമീറ്റേഴ്സ് തരാം, മൈൽസ് തരാം. സോ ഇതിലാണ് ഡിസ്റ്റൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കിട്ടുക. മീറ്റർ, കിലോമീറ്റർ, മൈൽസ്, അങ്ങനെ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ഡിസ്പ്ലേസ്മെന്റിന്റെ പറയാണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കൂടെ ക്ലബ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ്, ഇതായിരുന്നു ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ എന്തോ ഒരു ഡിഫറെന്റ് കൈൻഡ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അഗെയിൻ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. എ പേഴ്സൺ, any person, അതായത് ഇപ്പൊ നമുക്കൊരു പേരെടുക്കണം. ഓക്കെ, ഹന്ന. മേ ബി വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ. ഹന്ന. സോ ഹന്ന ഈ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് വാക്ക് ചെയ്യുവാണ്. ഷീ ഈസ് വാക്കിംഗ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി 100 meters ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റ് എ എന്ന് പറയുന്നത് നമുക്ക് ഹന്നയുടെ വീടായിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ കളിപ്പിട്ടിരിക്കുന്നത്. ഓക്കെ, പോയിന്റ് ബി എന്ന് പറയുന്നത് ഹന്നയുടെ സ്കൂളായിട്ട് എടുക്കാം. ഓക്കെ, സ്കൂൾ. സോ ഹന്ന വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോവാണ്.
and that is at a distance of 100 meters. തിരിച്ച് വൈകുന്നേരമായപ്പോൾ ഹന്ന സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഇതെന്ന് പറയുന്നത് ഒരു ആൻറ്റിയുടെ വീടാണ്, ഒരു ആൻറ്റീസ് ഹൗസ്. ഓക്കെ, അത് മോസ്റ്റ് പ്രോബ്ലി 50 meters. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഹന്ന ഇതുവരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? നിങ്ങൾ എന്ത് പറയും? അതിപ്പോൾ എന്താ മിസ് എളുപ്പമല്ലേ. ഹന്ന പോയിന്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തു, വീടായിരുന്നു. രാവിലെ അവൾ അവിടെ നിന്ന് സ്കൂളിൽ പോയി, അതിനുവേണ്ടി അവൾ 100 meters കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ അവളുടെ ഡിസ്റ്റൻസ് 100 meters ഉണ്ട്. പിന്നെ വൈകുന്നേരം അവൾ 50 meters ആൻറ്റിയുടെ വീട്ടിലോട്ട് കവർ ചെയ്തു. സോ അവൾ 50 meters കൂടെ കവർ ചെയ്തു. അപ്പം ഇപ്പോഴത്തെ അവളുടെ പോയിന്റിൽ നിൽക്കുമ്പോൾ അവൾ 100 + 50, ദാറ്റ് ഇസ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവൾ 150 meters കവർ ചെയ്തല്ലോ. എന്താ ഇതിപ്പോൾ സംശയം അല്ലേ? ഇതെന്തൊരു ചോദ്യം? 100 meters രാവിലെ നടന്നു, തിരിച്ച് 50 meters നടന്നു. നമ്മൾ ഡയറക്ഷൻ ഒന്നും നോക്കുന്നില്ല അല്ലേ, നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പാത്ത് നോക്കുന്നില്ല, ഡയറക്ഷൻ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അപ്പോൾ 150 meters ആണ് കവർ ചെയ്തത്. ഓക്കെ, ഗുഡ്. അപ്പം ഈ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്താണെന്ന് ചോദിച്ചത്, ഈ സെയിം എക്സാമ്പിളിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെന്റിനകത്ത് നമുക്ക് ആകെ ഓർക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നറിയേണ്ടത് ഇനീഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ, രണ്ടാമത് അറിയേണ്ട ഫൈനൽ പൊസിഷൻ. തീർന്നു. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം, ഒത്തിരി വളഞ്ഞ വഴിയൊന്നും പോകണ്ട, ഏറ്റവും ഷോർട്ട് പാത്ത് ആയിരിക്കണം. ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് അറിയേണ്ട കോൺസെപ്റ്റ് എന്താ? ഇനീഷ്യൽ പോയിന്റ് വേണം, ഫൈനൽ പോയിന്റ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റിനകത്ത് ചോദിക്കാം, എനിക്കിവിടെ എന്ന് ബിയിലോട്ട് പോയി, ബിന്ന് സിയിലോട്ട് വന്നു. എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഞാൻ ഏതൊക്കെ പോയിന്റ്സ് കൺസിഡർ ചെയ്യണം? ഞാനിപ്പോൾ പറഞ്ഞു, ഇനീഷ്യൽ പോയിന്റും വേണം, ഫൈനൽ പോയിന്റും വേണം. ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ. ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി. അപ്പോ എയിൽ നിന്ന് സിയിലോട്ട് പോകാനുള്ള ദൂരമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വി ഹാവ് ഗോട്ട് 2 മെത്തേഡ്സ്. ഞാൻ ഈ പറയുന്ന ഫ്ലോയിൽ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഡിസ്റ്റൻസിന് നമുക്ക് ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, ടോട്ടൽ ഡിസ്റ്റൻസുകളെല്ലാം ആഡ് ചെയ്യുക. ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, എത്ര ഡിസ്റ്റൻസ് നടക്കുന്നു അത്രയും ആഡ് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഈ എക്സാമ്പിൾ ഞാൻ റബ്ബ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇതിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. But displacement is 2 method. Method 1 is net displacement or net distance. Then you have a formula. But displacement കണ്ടുപിടിക്കണമെങ്കിൽ ഒരു നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അപ്പം നെറ്റ് ഡിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പം എൻ്റെ 9th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടാവും, നെറ്റ് ഫോഴ്സ് അല്ലേ മാം? ഞങ്ങൾ നെറ്റ് ഫോഴ്സ് പണ്ട് പഠിച്ചിട്ടുണ്ട്. നെറ്റ് ഫോഴ്സ് മറ്റൊരു കോൺസെപ്റ്റ്, അത് തന്നെയാണോ? യെസ്, ദാറ്റ്സ് ദി അബ്സല്യൂട്ട് കോൺസെപ്റ്റ് ഓഫ് നെറ്റ് ഡിസ്റ്റൻസ്. നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ നെറ്റ് ഫോഴ്സ് മറന്നുപോയ ആളുകളുണ്ടോ? ഇറ്റ്സ് ഓക്കെ, നമുക്ക് പഠിക്കാം അല്ലേ, മറന്നുപോയാലും എന്താ, നമുക്ക് പഠിക്കാമല്ലോ. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്കൂളൊന്ന് തുടച്ചോളയാണേ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു ടേബിൾ ആയിട്ട് എടുത്താലോ നമുക്ക്. ഓക്കെ, നിങ്ങൾ 2 സിബ്ലിങ്സ് ഉണ്ട്, യു ആൻഡ് യുവർ ബ്രദർ, യു ആൻഡ് യുവർ സിസ്റ്റർ, സംബഡി. അപ്പം ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ ടേബിളിനെ പുഷ് ചെയ്യാണ്. ഓക്കെ, യു ആർ പുഷിംഗ് ദിസ് ഒബ്ജക്റ്റ് ഓർ ടേബിൾ വിത്ത് എ ഫോഴ്സ് ഓഫ് 10 newtons. ഓക്കെ, തിരിച്ച് നിങ്ങളുടെ ബ്രദർ അല്ലെ സിസ്റ്റർ അവിടെ നിന്ന് പുഷ് ചെയ്യാണ്. ഓ എൻ്റെ അമ്മോ, 20 Newton. ചെറിയ ആളാണ്, വലിയ ആളാണ്, 20 Newton ഇങ്ങോട്ട് പുഷ് ചെയ്യാണ്. സോ നമ്മളവിടെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? നമ്മൾ ഫോഴ്സ് ഇൻ 1 ഡയറക്ഷനെ പോസിറ്റീവായിട്ട് എടുക്കും. കാരണം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഒരു പോയിന്റിലോട്ട് നമ്മൾ പുഷ് ചെയ്യുന്നതിന് നമ്മൾ പോസിറ്റീവായിട്ടും, തിരിച്ച് ഇപ്പുറത്ത് ഒരു ഫോഴ്സ് വരുവാണ് അതിനെ നെഗറ്റീവായിട്ടും എടുക്കും. സോ ഇങ്ങോട്ട് പോകുന്ന ഫോഴ്സ് 10 Newton ആണ്. പ്ലസ് ഇവിടെ നിന്ന് വരുന്ന ഫോഴ്സ് എത്രയാണ്? -20 Newton. എന്തുകൊണ്ട്? എന്താ? 10 - 20, that is -10 Newton.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് 10 ന്യൂട്ടൺസ് അപ്ലൈ ചെയ്തു, അവിടുന്ന് 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെയുള്ള ആളുടെ ഫോഴ്സ് കൂടുതൽ എഫക്റ്റ് ആവുള്ളൂ. ടേബിൾ എന്തായാലും ഈ ഡയറക്ഷനിലോട്ടേ മൂവ് ചെയ്യുള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് ആ സയന്റിഫിക്കലി ഫോർമുല വന്നേ? 10 ന്യൂട്ടൺസ് ഫോഴ്സ് ഈ ഡയറക്ഷൻ പ്ലസ് 10 മൈനസ് 20 ന്യൂട്ടൺ ഇങ്ങോട്ട്. മൈനസ് ഇടാൻ കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ മൈനസ് 10 ന്യൂട്ടൺ. മൈനസ് ഏത് ഡയറക്ഷന് വേണ്ടി നമ്മൾ എടുത്തതാണ്? ഈ ഡയറക്ഷൻ. സോ നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഇറ്റ് ഈസ് 10 ന്യൂട്ടൺസ് ഇൻ ദിസ് ഡയറക്ഷൻ ഓർ മൈനസ് 10 ന്യൂട്ടൺസ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നെറ്റ് ഫോഴ്സ് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവ്, വേറൊരു ഡയറക്ഷനിൽ നിന്ന് വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എടുക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്യുക, മൈനസ് ഇവിടെ നിന്നുള്ള എല്ലാ ഫോഴ്സുകളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ എ ടു ബി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ 100 മീറ്റേഴ്സ്, 50 മീറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഡയറക്ഷനാണ്. സോ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തണമെങ്കിൽ നമുക്ക് നെറ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. 100 മീറ്റർ അങ്ങോട്ട് പോയി, 50 മീറ്റർ തിരിച്ച് ഇങ്ങോട്ട് വന്നു. 100 in one direction, that is plus 100. 50 in the opposite direction, അപ്പോൾ മൈനസ് 50. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 50 മീറ്റേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ 100 മീറ്റേഴ്സ് ആ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു. ഞാൻ ഈ ആ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ്, ഇറ്റ് ഇസ് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഒക്കെ അറിയാലോ എല്ലാവർക്കും. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പ്രോബ്ലംസിൽ വരും. സോ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസിൽ അങ്ങനെ ആയിരിക്കാം ചോദിക്കുന്നത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. സോ ഈസ്റ്റിലോട്ട് ഒരു 100 മീറ്റേഴ്സ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി വെസ്റ്റ് ഒരു 50 മീറ്റേഴ്സ്. അപ്പം ഇൻ എഫക്റ്റ് 50 മീറ്റർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ ലൈഫിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ പറഞ്ഞേനെ. അതായത് ഇപ്പൊ എനിക്ക് സ്കൂളിൽ പോകാൻ 100 മീറ്റർ വേണം. ഈ എൻ്റെയും സ്കൂളിൻ്റെയും എൻ്റെ വീടിൻ്റെയും സ്കൂളിൻ്റെയും നടുവിലാണ് എൻ്റെ ആൻറ്റിയുടെ വീട്. ഞാൻ തിരിച്ച് ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി തിരിച്ച് ആൻറ്റിയുടെ വീട്ടിലെത്തി. ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പകുതി ദൂരമേ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ നേരത്തെ ട്രാവൽ ചെയ്തതിനെക്കാട്ടി കുറവാണ്. സോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അവിടെ മതി, ദാറ്റ് ഇസ് 50 മീറ്റേഴ്സ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു നെറ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അത് ഈസി ആണല്ലോ, മനസ്സിലായല്ലോ. നമ്മൾ നെറ്റ് ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി ഫോർമുല ഈസ് the final position minus initial position. ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു we have two things that you have to remember. ഫൈനൽ പൊസിഷൻ ഓർക്കണം, ഇനീഷ്യൽ പൊസിഷൻ ഓർക്കണം. അതാണ് നമുക്ക് മെയിൻ വേണ്ട ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഫൈനൽ പോയിന്റ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? സി എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തിലാണ്? ഇത് 50 ആണ്, ഇത് 50 ആണ്. സോ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 മീറ്റേഴ്സ് അല്ലെ? സിയുടെ ഡിസ്റ്റൻസ് 50 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, 0 മീറ്റേഴ്സിലാണ്. ഇപ്പൊ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 50 മീറ്റേഴ്സ്. ഇനീഷ്യൽ പൊസിഷൻ എന്താണ്? 0 മീറ്റേഴ്സ്. Again you will get your displacement as 50 meters. അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. There is 2 methods, net distance അല്ലെങ്കിൽ ഫോർമുല. സോ നെറ്റ് ഡിസ്റ്റൻസിനകത്ത് നിങ്ങൾ ആലോചിക്കുക, അങ്ങോട്ടേക്ക് പോകുന്നു തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഡിസ്റ്റൻസസ് ഇൻ ഒരു ഡയറക്ഷനെ പോസിറ്റീവിന് എടുക്കുക, എന്നിട്ട് മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷനകത്തുള്ള ഡിസ്റ്റൻസുകളെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിരിക്കും. ഇനി സെക്കൻഡ് മെത്തേഡ് വെച്ച് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് യുവർ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു ഡയഗ്രാം വരയ്ക്കാം, എനിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് അറിയാം. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ എന്ന് ബിയിലോട്ട് പോകാൻ 20 മീറ്റേഴ്സ്.
ഓക്കെ, ബിന്ന് സിയിലോട്ട് പോവാൻ 10 meters, സിന്ന് ഡിയിലോട്ട് പോവാൻ 10 meters. എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നിങ്ങളിപ്പോൾ ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഗിവ് യു സം ടൈം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാം. ഇഫ് യു ആർ നോട്ടിങ് ഇറ്റ്, പ്ലീസ് നോട്ട് ദിസ് ആസ് ആൻ എക്സാമ്പിൾ. കാരണം നമ്മൾ പിന്നെ ന്യൂമറിക്കൽസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നോട്ട് ചെയ്യുക. ദാറ്റ് ഇസ്, ആദ്യം എ ടു ബി ട്രാവൽ ചെയ്യാൻ 20 meters എടുത്തു, പിന്നെ ബി ടു സി 10 meters ആൻഡ് സി ടു ഡി 10 meters. ഡിസ്റ്റൻസ് പറയൂ പെട്ടെന്ന്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഡിസ്റ്റൻസ്. ഐ ഗിവ് യു എ മിനിറ്റ്. So what is the distance? A to B പോവാൻ 20 meters. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ്. അപ്പോൾ നമ്മൾ സ്മോൾ ഡി വെച്ചാണ് ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. മീറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മീറ്റേഴ്സിലാണ് തരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ 20 meters, B to C 10 meters, C to D 10 meters. So 20 plus 10 plus 10 എത്രയായി? 30, 40 meters. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഞാൻ പറയില്ല. സോ യു ഹാവ് ടു സേ വാട്ട് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. സോ ഡിസ്റ്റൻസ് ഇസ് ഡി, ഡിസ്പ്ലേസ്മെന്റ് ഇസ് എസ്. രണ്ടിന്റെയും എസ് ഐ യൂണിറ്റ് മീറ്റേഴ്സ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്. നിങ്ങൾ ഏത് പാത്ത് എടുത്താലും ഏത് കുടുക്ക് വഴി എടുത്താലും അത്രയും ഡിസ്റ്റൻസ് നിങ്ങൾ ട്രാവൽ ചെയ്തു, അത്രയും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, നെറ്റ് ഡിസ്റ്റൻസ്. ഇതെല്ലാം വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പറയുക. സോ ഫൈനൽ പോയിന്റ് ഡി ആണ്, ഇനിഷ്യൽ പോയിന്റ് എ ആണ്. സോ നമുക്ക് രണ്ട് മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ രണ്ട് മെത്തേഡിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് ദ നെറ്റ് ഡിസ്റ്റൻസ്. അപ്പം 20 meters ഈ ഡയറക്ഷനിൽ, 10 meters ഈ ഡയറക്ഷൻ. നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട അല്ലേ? നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റിനകത്ത് നമ്മൾ ഏത് ഡയറക്ഷനകത്താണോ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഇത് രണ്ടും നമുക്ക് മതി. ഓക്കെ, സോ കാരണം അത് ഇവിടെ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. സോ 20 minus 10. 20 ആണ് ഒരു ഡയറക്ഷനകത്ത്, 10 ആണ് ഈ ഡയറക്ഷനകത്ത്. സോ ഇറ്റ് ഇസ് 10 meters. ഇനി ഫൈനൽ പോയിന്റ് ഇനിഷ്യൽ പോയിന്റ് വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിലോ, ഇതിപ്പോ 0-ലാണ്, ഇതെന്ന് പറയുന്നത് 10 meters ആണ്, അപ്പൊ ഇതും 10 meters ആണ്. സോ ഇത്രയും 10 meters ആണ്. അപ്പൊ 10 meters ഡിസ്റ്റൻസിനകത്താണ് ഇവിടെ ഇരിക്കുന്നത്. സോ 0 to 10 meters കവർ ചെയ്യാൻ എത്രയാണ്? 10 minus 0, that is 10 meters. സോ നമ്മൾ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തും കണ്ടുപിടിച്ചു ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് രണ്ട് മെത്തേഡിലും സെയിം ആൻസർ ആണ് കിട്ടിയത്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി തംസ് അപ്പ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പോയിന്റ് എ ഓക്കെ, ഇതെന്ന് പറയുന്നത് പോയിന്റ് എ ആണ്, ഇതെന്ന് പറയുന്നത് പോയിന്റ് ബി ആണ്. സോ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് പോവാൻ വി ഹാവ് ഡിഫറെന്റ് പാത്ത്സ് അല്ലെ. കുറേ പാത്തുകളുണ്ട് നമുക്ക് പോവാൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ പാത്തുകളിൽ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ചോയ്സും നമ്മുടെയാണ്. ഇപ്പൊ ഞാൻ ഈ പാത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതിപ്പം ഇതാണെങ്കിൽ ഒരു 20 meters എടുക്കും അല്ലെ 30 meters എടുക്കും. ഇത് 20 meters, ഇത് 10, ഇത് 20, ഇത് 30. ഓക്കെ, ഞാനിപ്പോൾ ഓരോ ട്രാക്കിന്റെ ഡിസ്റ്റൻസ് പറയാം. അപ്പോൾ കൺസിഡർ ഇത് നിങ്ങളുടെ വീടാണ്, ഇതൊരു ബേക്കറിയാണ്, അത് കൊള്ളാം. അപ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് വഴിയിൽ കൂടെ ബേക്കറിയിലോട്ട് എത്താം. സോ ഏത് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുള്ള ഇറ്റ്സ് അപ് ടു യു. സ്മാർട്ട് പീപ്പിൾ എന്ത് ചെയ്യും? ഷോർട്ടസ്റ്റ് പാത്ത് ചൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ ഈ പാത്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ that is the first path. 1, 2, 3, 4, 5. അപ്പൊ നമുക്ക് ഇത്രയും പാത്തുകളുണ്ട്. 1, 2, 3, 4, 5. 1 എന്ന് പറയുന്ന പാത്താണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 2 എന്ന് പറയുന്ന
പറയുന്ന പാത്താണ് ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്. 3ൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്. 4ൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്. സിമിലർലി 5ൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. സോ I want you people to note down this example in your notebook. നിങ്ങളുടെ നോട്ടിൽ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഇത് വരച്ച് വയ്ക്കുക. മേ ബി ടേക്ക് ഫ്രഷ് പേജസ്, നമ്മുടെ ഈസി ലേൺ ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്പ് യു. ഒന്ന് ലിസൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ ആണ്. സോ നമുക്ക് പല പാത്തുകൾ എടുക്കുന്നുണ്ട്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എല്ലാ കേസിൽ കണ്ടുപിടിക്കാൻ എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം, ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് പാത്ത്, ഇതാണ് ഫസ്റ്റ് പാത്ത്. ഫസ്റ്റ് പാത്ത് കവർ ചെയ്യണമെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 30 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ്. പക്ഷേ യു ഹാവ് ടു ടെൽ മീ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇപ്പം എനിക്ക് ബേക്കറിയിലോട്ട് ഇത് ഇങ്ങനെ നടന്നു പോയാൽ മതി, 10 മീറ്റർ എടുക്കുള്ളൂ. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇതാട്ടോ ബേക്കറി, എനിക്ക് 10 മീറ്റർ എടുക്കുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാം കേട്ടോ, ഇങ്ങനെ കറങ്ങി വരികയാണ്. തിരിച്ച് ഞാൻ കറങ്ങി ചെല്ലുവാണ്, ഈ പാത്ത് എടുക്കുവാണ്. തിരിച്ച് ഞാൻ ഈ പാത്ത് കറങ്ങി ചെല്ലുവാണ്. സോ നിങ്ങൾ പറയും എന്ത് മണ്ടത്തിലാണ് മാം കാണിക്കുന്നത്, ഈ സ്ട്രെയിറ്റ് പാത്ത് എടുത്താൽ പോരെ, ഇത് ഡിസ്പ്ലേസ്മെന്റ് പാത്ത് അല്ലേ, അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് അല്ലേ. അപ്പം ഞാൻ ഏത് പാത്ത് എടുത്താലും എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് എന്താണ്. ഫൈനൽ പോയിന്റിന്റെ ദൂരം ശരിക്കും 10 മീറ്റേഴ്സിനകത്താണ്, ഇനീഷ്യൽ പോയിന്റ് 0യിലാണ്. സോ എന്താണ് 10 വരെ പോകാൻ എനിക്ക് എന്തോ ഫൈനൽ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റേഴ്സ്. ഇനി ഞാൻ സെക്കൻഡ് ട്രാക്ക് എടുത്തു, അപ്പോൾ ഞാൻ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്താണ്, ഇത് ഇത്രയും കവർ ചെയ്തു 20 മീറ്റേഴ്സ്. അപ്പോഴും എൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ത് തന്നെയാണ്, 10 മീറ്റേഴ്സ്. ഇനി തേർഡ് ട്രാക്ക് എടുത്തു, അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, 10 മീറ്റേഴ്സ്, ഡിസ്പ്ലേസ്മെന്റും 10 മീറ്റേഴ്സ്. ഫോർത്ത് പാത്ത് എടുത്തു, സിമിലർ ടു ബോത്ത് ദ കേസസ്, 20 മീറ്റേഴ്സ് വരും, ഇത് 10 മീറ്റേഴ്സ്, ഇത് 30 മീറ്റേഴ്സ്, 10 മീറ്റേഴ്സ്. സോ ഐ വുഡ് ലൈക്ക് ടു സേ, ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്, സ്മാർട്ട് പീപ്പിൾ വിൽ ടേക്ക് ദി ഷോർട്ട് റൂട്ട്സ് അല്ലേ. ഇപ്പൊ എനിക്കൊരു സ്ഥലത്ത് വരെ പോകാൻ എനിക്കറിയാം ഇത്ര നേരം കൊണ്ട് എത്താം, അല്ലെങ്കിൽ 10 മീറ്റേഴ്സേ ഉള്ളൂ ഇത്, എന്നിട്ട് ഞാൻ കറങ്ങി ചെല്ലുവാണ്. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് പാത്ത്. ഇനി നിങ്ങളുടെ സ്മാർട്ട് പീപ്പിൾ എന്ത് വിചാരിച്ചു, ഓക്കെ മാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഏതൊക്കെ പാത്ത് ഞാൻ എടുത്താലും എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് റിമെയിൻസ് ദ സെയിം. അപ്പം എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എൻ്റെ പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏത് പാത്തിലാണ് പോയെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓൺലി ദ പോയിന്റ്സ്, ഈ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ, നോട്ട് ദ പാത്ത്. അപ്പം നിങ്ങൾക്ക് ഒരു പോയിന്റും കൂടെ ഓർക്കാൻ കിട്ടി, അതായത് എന്ത് പാത്തും എടുത്തോട്ടെ മണ്ടൻ അല്ലേ, പക്ഷെ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, പാത്തിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും. കാരണം എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ, ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും. ഓക്കെ, അപ്പൊ നമുക്കൊരു പോയിന്റ്, വെരി ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് കിട്ടി, ദാറ്റ് ഈസ് പാത്ത് ഡിപ്പെൻഡൻസി. എൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ത്, ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഡിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ സ്കൂളിലോട്ട് വരാൻ ഏറ്റവും ലോങ് റൂട്ടാണ് എടുക്കണമെങ്കിൽ അത്രയും നടക്കേണ്ടി തന്നെ വരും, അത്രയും ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്യേണ്ടത് തന്നെ വരും. പക്ഷെ അപ്പോഴും എൻ്റെ സ്കൂളും എൻ്റെ വീടും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, സെയിം തന്നെയാണ്. വണ്ടിയായ ഞാൻ അതിൽ കൂടെ പോയില്ല എന്ന് മാത്രം അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾ പാത്ത് എടുക്കുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടാം കുറയാം. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് വിൽ ഓൾവേസ് റിമെയിൻ ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാത്ത്. അപ്പൊ ആരാണ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ആരാണ്, ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ആ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണിക്കണം, നിങ്ങൾ അതിൽ നിന്ന് പറയണം. A to B 50 meters. അപ്പം ഒരു person, okay, there is a person called Sheetal. Sheetal is walking from A to B
തിരിച്ചിവിടെ എത്തി, ഇവിടെ പോയി. അതായത് ശീതളുടെ വീട് ഇതാണ് കേട്ടോ. ശീതൾ പിന്നെ സ്കൂളിൽ പോയി, അവിടെ നിന്ന് 10 meters ട്രാവൽ ചെയ്തു. പിന്നെ ഈവനിങ് ആയപ്പോൾ ശീതൾ എന്ത് ചെയ്തു, വീട്ടിൽ കയറാതെ നേരെ എങ്ങോട്ട് പോയി, ട്യൂഷൻ സെന്ററിലോട്ട് പോയി. അതിനടുത്ത ദൂരം എന്ന് പറയുന്നത് 100 meters ആണ്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. വി ഹാവ് എ പേഴ്സൺ കോൾ ശീതൾ. ശീതൾ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ. പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബിയിലോട്ട് പോയി. 50 meters ആണ് സ്കൂളിലോട്ടുള്ള ഡിസ്റ്റൻസ്. കവർ ചെയ്തു. വൈകുന്നേരം ആയപ്പോ ശീതൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിൽ കയറുന്നതിന് പകരം വീടും കഴിഞ്ഞ് ഒരു കുറച്ച് ദൂരം അങ്ങോട്ട് ട്രാവൽ ചെയ്ത് ട്യൂഷൻ സെന്ററിലോട്ട് പോയി. ഹാർഡ് വർക്കിംഗ് അല്ലേ? ട്യൂഷൻ സെന്ററിലോട്ട് പോയി. Then my question is calculate the distance and displacement. So ഈ എക്സാമ്പിളും പ്ലീസ് നോട്ട് ചെയ്യാം. ഐ തിങ്ക് ദിസ് ഇസ് ആ തേർഡ് എക്സാമ്പിൾ, തേർഡ് ഓർ ഫോർത്ത് എക്സാമ്പിൾ. സോ ഈ എക്സാമ്പിളിൽ നിങ്ങളാണ് എനിക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിച്ച് തരണ്ടേ. ഡിസ്റ്റൻസ് എന്താണ്? യു ഹാവ് ടു ടെൽ മീ. ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ പാത്ത് കവേർഡ്. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. നെറ്റ് ഡിസ്റ്റൻസ് എന്താ ഞാൻ പിന്നെ ചോദിക്കുന്നത്? ഞങ്ങൾക്കറിയാം നെറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഓക്കെ, പ്ലീസ് ക്യാരി ഓൺ വിത്ത് ദ ക്വസ്റ്റ്യൻ. ഞാനും ഒന്ന് ട്രൈ ചെയ്യാം. സോ എല്ലാവർക്കും ഈ ആൻസർ ആണോ കിട്ടുന്നത്? ഡിസ്റ്റൻസിനകത്ത് ഡിസ്റ്റൻസ് എളുപ്പമാണ് അല്ലേ? ഡിസ്റ്റൻസ് എന്തുവാ? ഇവിടെ വരെ പോകാൻ 50 meter എടുത്തു. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നടന്നതല്ലേ അല്ലേ? ശീതൾ നടന്നതല്ലേ? ആ ഡിസ്റ്റൻസ് ശീതളിന് എടുക്കണ്ടേ അല്ലേ? ശീതൾ എത്ര ട്രാവൽ ചെയ്തു അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ അതിന് 10 meters എടുത്തു, 60ആയി. then ഇങ്ങോട്ട് പോയപ്പോൾ 100 meters കൂടെ ട്രാവൽ ചെയ്തു. ദാറ്റ് ഈസ് 160. നമ്മൾ ഡിസ്റ്റൻസ് ഡയറക്ഷൻ നോക്കുന്നുണ്ടോ? വേണ്ട, നമുക്ക് ഡയറക്ഷൻ ഒന്നും വേണ്ട. നമ്മൾ എത്ര പാത്താണോ കവർ ചെയ്തത് പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. സോ ഏത് പാത്ത് കവർ ചെയ്താലും അതിനെ ആഡ് ചെയ്ത് വെക്കുക. 160 meters. ഡിസ്പ്ലേസ്മെന്റ് പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുക? സോ ഇതാണ് ട്യൂഷൻ സെന്റർ അല്ലേ? അപ്പൊ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ട്യൂഷൻ സെന്ററിലോട്ടുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം. നെറ്റ് ഡിസ്റ്റൻസും ഉണ്ട്, ഫോർമുലയും ഉണ്ട്. നെറ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലോട്ട് 50 meters, 100 അല്ല 50 meters പോയി. തിരിച്ച് ഈവനിങ് വന്നപ്പോ ശീതൾ ഈ ഡയറക്ഷനിലോട്ട് 100 meters വന്നു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് സൈൻ കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും എന്താ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിനൊരു പോസിറ്റീവ് സൈൻ കൊടുത്തു. അപ്പൊ 50 meters. പിന്നെ -100 meters in the opposite direction. അപ്പൊ -100. അപ്പൊ എന്തുവാ? -50 meters. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നു. അപ്പൊ ഞാൻ നേരത്തെ നെറ്റ് ഫോഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്ഷനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഇനി തിരിച്ച് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എൻ്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു സ്കെയിലിനകത്ത് ഇത് കണ്ടുപിടിക്കുകയാണ്, ഒരു 0. അപ്പൊ ഇതെന്താ? ഇത് -50. ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. അപ്പൊ it is -50 - 0. That is -50 meters. അവിടെ നമുക്കൊരു മൈനസ് സൈൻ കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് സൈൻ കിട്ടുവാണെങ്കിൽ അത് തെറ്റാണെന്നല്ല അർത്ഥം. ബട്ട് അവിടുത്തെ ഡയറക്ഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. അല്ലെ നിങ്ങളൊരു ഇൻഡിജർ നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് 0, then 1, 2, 3 പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് ഈ നമ്പർ ലൈൻ അറിയാമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംബഡി ഈസ് ട്രാവലിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ, ദാറ്റ് ഇസ് വെസ്റ്റിലോട്ടാണ്. ഈസ്റ്റിലോട്ടായിരുന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് കിട്ടിയേനെ. ഓക്കെ. സോ നമ്മൾ ഓരോ എക്സാമ്പിൾസിൽ നിന്നാണ് ഓരോ കോൺസെപ്റ്റിലോട്ട് പോകുന്നത്. അപ്പം ഞാനല്ല ശരിക്കും പറഞ്ഞു തരുന്നത്, നിങ്ങളാണ് എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ നേരത്തെ എക്സാമ്പിളിനകത്ത് പാത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ലെ? ഡിസ്റ്റൻസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മാം എന്തോ പറയുന്നത്? വലിയ പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടും അല്ലേ?
ചെറിയ പാത്രം ഡിസ്റ്റൻസ് കുറയും. അപ്പൊ ഡിസ്റ്റൻസ് പാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ എനിക്ക് പറഞ്ഞു. രണ്ടാമത് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരുന്നു? ഷോർട്ടസ്റ്റ് ആണ്. സോ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫൈനൽ പോയിന്റും ഇനിഷ്യൽ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊരു നെഗറ്റീവ് സൈൻ കണ്ടു. അപ്പൊ നെഗറ്റീവ് സൈൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. സോ ഡയറക്ഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, we all know a quantity which has both magnitude and direction. അങ്ങനത്തെ ക്വാണ്ടിറ്റി പറയുന്ന പേരെന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? ആണോ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഉള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ പറയും വെക്റ്റർ ക്വാണ്ടിറ്റി. In case you have only magnitude, then you say it as a scalar quantity. അപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവ് സൈൻ കണ്ട സ്ഥലത്ത് നിങ്ങൾ എക്സാമിൽ എപ്പോഴും എൻഷുർ ചെയ്യുക യു ഹാവ് ടു റൈറ്റ് ദ ഡയറക്ഷൻ ഇൻ ദ പ്രോബ്ലം. പ്രോബ്ലത്തിന് ആൻസറിൽ എപ്പോഴും ഡയറക്ഷൻ മെൻഷൻ ചെയ്യുക. അപ്പോൾ നേരത്തെ കേസിൽ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്, വിച്ച് മീൻസ് -50ക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 50 meters ഇൻ ദ വെസ്റ്റ്. കറക്റ്റ്? 50 meters വെസ്റ്റിലോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ വെക്റ്റർ ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ പഠിച്ച പാരാമീറ്റേഴ്സ് അല്ലെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ആരൊക്കെയാണ് വെക്റ്റർ, ആരൊക്കെയാണ് സ്കെയിലാർ. നമ്മൾ പഠിച്ചപ്പോൾ രണ്ടെണ്ണേ ഉള്ളല്ലേ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഡിസ്റ്റൻസ് ആരാണ്? ഡിസ്റ്റൻസിന് നെഗറ്റീവ് സൈൻ ഒന്നും വരത്തൊന്നുമില്ല, എപ്പോഴും അഡീഷനേ ഉള്ളൂ. എത്ര ട്രാവൽ ചെയ്താൽ അത്ര ആഡായി പോകും. സോ ഡിസ്റ്റൻസ് എപ്പോഴും എന്താ? മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ഡയറക്ഷൻ ഡിപ്പെൻഡന്റ് അല്ല, വിച്ച് മീൻസ് ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് എവിടെ പോയാലും ഫൈനൽ പോയിന്റ് ഇനിഷ്യൽ പോയിന്റേ നോക്കുകയുള്ളൂ, പക്ഷെ ഡയറക്ഷൻ ഫോക്കസ് ഉണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, വി ഹാവ് ഗോട്ട് ടു പാരാമീറ്റേഴ്സ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അത് രണ്ടും സ്കെയിലാറും വെക്റ്ററും ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് ഞാൻ നേരത്തെ എക്സാമ്പിൾ സോൾവ് ചെയ്തിരുന്നു. നമുക്ക് ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് കിട്ടുമോ? ഇല്ല അല്ലേ? ഡിസ്റ്റൻസ് 0 വരാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, പോസ് ആയതല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. സോ എന്റെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 0 meters. ഞാൻ അനങ്ങിയിട്ടേ ഇല്ല. സോ ഡിസ്റ്റൻസ് 0 ആവാം അല്ലേ? പിന്നെ ചില സമയത്ത് നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കൊണ്ട് ടേബിൾ പുറത്ത് വയ്ക്കും, വൈകുന്നേരം അവിടെ തന്നെ ഇരിക്കും, പിറ്റേ ദിവസം അവിടെ തന്നെ ഇരിക്കും, നമ്മളത് അനക്കുന്നില്ലല്ലോ. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? ഓബ്ജക്റ്റിന്റെ ബുക്കിന്റെ 0 meters. സോ ഡിസ്റ്റൻസ് 0 ആവാം, പക്ഷെ നെഗറ്റീവ് ആവാൻ പാടുണ്ടോ? നെവർ. ഡിസ്റ്റൻസ് നെവർ ബിക്കംസ് നെഗറ്റീവ്. അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ്. ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം പറയാം. എക്സാമ്പിളിനെ നമുക്ക് മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് വരാം. ഡിസ്പ്ലേസ്മെന്റ് 0 വരാമോ? ഓ വരാമോ? നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക്. പോസിറ്റീവ് വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെന്റ് 0 വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ട്രിക്കിയാണ് അല്ലേ? എങ്ങനെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടസ്റ്റ് പാത്ത് 0 ആവുന്നത്? ഒന്ന് ആലോചിക്കണം അല്ലേ? സോ അതിന് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാം കിട്ടുന്ന എക്സാമ്പിൾസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോട്ട് ഡൗൺ ദി എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്തായിരുന്നു നമ്മൾ ഈ എക്സാമ്പിളിൽ നിന്ന് ഇൻഫർ ചെയ്ത്. ഓക്കെ, സോ പോയിന്റ് എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിലോട്ട് പോയി, സ്റ്റാർട്ട് ചെയ്തു, പോയിന്റ് ബിയിലെത്തി. അതായത് രാഹുലിന്റെ വീട്ടിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തു, രാഹുലിന്റെ സ്കൂളിലോട്ട് വൈകുന്നേരം ആയപ്പം രാഹുൽ 50 meters ട്രാവൽ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ രാഹുൽ ഗുഡ് ബോയിനെ പോലെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. 50 meters ട്രാവൽ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. അപ്പൊ രാഹുലിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര രാഹുൽ നടന്നോ, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അത്രയും സമ്മക്ക്. സിമ്പിൾ. പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഓ ഡിസ്റ്റൻസ് ചോദിച്ചു, എന്തുകൊണ്ട് എന്താ അഡീഷൻ ചെയ്ത് വെക്കുക. ഇവിടെ പോയി 50 meters പ്ലസ് പിന്നെ ഇവിടെ നിന്ന് വന്നു 50 meters. ഓക്കെ, അപ്പൊ 100 meters. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ? സിമ്പിൾ. ഇനി ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല എന്താണ്? രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. നെറ്റ് ഡിസ്റ്റൻസ്
ഫോർമുല. നെറ്റ് ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിച്ചേ. 50 മീറ്റേഴ്സ് അങ്ങോട്ട് പോയി, 50 മീറ്റേഴ്സ് തിരിച്ചു വന്നു. 50 മൈനസ് 50 വിച്ച് ഇസ് 0. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ഫോർമുല. ഇനിഷ്യൽ പോയിന്റ് മൈനസ് ഫൈനൽ പോയിന്റ്. ഞാൻ എ എന്ന് പറയുന്ന ഒറിജിൻ ആയിട്ടാണ് വെച്ചിരുന്നത്. സോ എ ഈസ് അറ്റ് 0 മീറ്റേഴ്സ്. 0യിലാണ്, തിരിച്ച് എയിലോട്ട് എത്തിയപ്പോൾ 0യിൽ തന്നെയാണ്. സോ 0 മൈനസ് 0 അഗെയിൻ 0. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം എപ്പോ? വെൻ the finishing point becomes equal to the starting point. അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുവാണ് ഒരാൾ. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. കാരണം അയാളുടെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. ഇൻ കേസ് ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് 0 ആയിരിക്കില്ല ആ സമയത്ത്. കാരണം മൂവ്മെന്റ് ഉണ്ടായിട്ട് ഡിസ്റ്റൻസ് 0 ആവുന്ന ഒരു ചാൻസേ വരില്ല. സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഡിസ്റ്റൻസ് 0 ആവാം. പക്ഷെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഡിസ്റ്റൻസ് 0 ആവില്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിവിടെ നിൽക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു, 10 മീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പം എൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഇപ്പോൾ 10 മീറ്ററായി. ഡിസ്പ്ലേസ്മെൻറ്റും 10 ആയി. ഇതാണ് എൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത്. ഞാൻ തിരിച്ച് നടന്നു പോവാണ്, അഗെയിൻ 10 മീറ്റേഴ്സ്. 10 മീറ്റേഴ്സും 10 മീറ്റേഴ്സും ഇപ്പോൾ 20 മീറ്റർ ഞാൻ കവർ ചെയ്തു. പക്ഷെ മണ്ടിയായ ഞാൻ തിരിച്ച് അതേ പോയിന്റിലാണ് വന്നത്. വിച്ച് മീൻസ് ദാറ്റ് 10 മീറ്റർ ഇൻ ഫോർവേഡ്, 10 മീറ്റർ ബാക്ക്വേർഡ്സ്. 10 മൈനസ് 10 0. ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് സെയിം. അപ്പോൾ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻഫറൻസിലോട്ട് പോവാമല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ 4 ഡിഫറൻസസ് പഠിച്ച് കഴിഞ്ഞു, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിന്റെയും. എന്തൊക്കെയാണത്? ഇതിങ്ങനെ തന്നെ വെക്കാം. ഇടയ്ക്ക് ഏത് ചാപ്റ്ററാന്ന് മറന്നുപോയാലോ? ഓക്കെ, അപ്പം ഫസ്റ്റ് ഡിഫറൻസ് എന്താണ് വരുന്നത്? ഡെഫിനിഷനകത്ത് വരുന്ന ഡിഫറൻസ്. ഇതൊരു ക്വിക്ക് റീക്യാപ്പ് ആണ്. നമ്മുടെ തിയറിറ്റിക്കൽ സെക്ഷൻ ഇന്നത്തെ കഴിഞ്ഞു. അതായത് ഡിസ്റ്റൻസ്, മോഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ക്വിക്ക് റീക്യാപ്പ്, ദെൻ വിൽ ഗോ ടു ദ ന്യൂമറിക്കൽസ്. സോ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ് അല്ലെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്ത്, നെറ്റ് ഡിസ്റ്റൻസ്, ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ നോട്ട് ഡൗൺ. ഡെഫിനിഷൻ വൈസുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമുക്ക് വന്നത് ഒരു പാത്ത് ഡിപ്പെൻഡൻസി. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്, whereas displacement does not. മൂന്നാമത് നമ്മൾ പഠിച്ചു. അതായത് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഏത് പാത്തിൽ കൂടെ പോകാന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അല്ലേ. ഞാനിപ്പോൾ വലിയൊരു പാത്ത് ചൂസ് ചെയ്താൽ വിച്ച് മീൻസ് അത്ര ഡിസ്റ്റൻസ് ഞാൻ കവർ ചെയ്തേ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റ്സ്. അപ്പോൾ അവിടെ പാത്ത് ഡിപ്പെൻഡൻസി ഇല്ല. മൂന്നാമത് നമ്മൾ പഠിച്ച സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി. അതായത് ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷൻ ഉണ്ട്, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി നാലാമത് നമ്മൾ പഠിച്ച എന്താണ്? വാല്യൂസ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് 0, whereas displacement can be positive, negative and 0. നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് നോട്ട് ഡൗൺ ദീസ് 4 പോയിന്റ്സ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സെഷൻ്റെ ഒരു ക്വിക്ക് സമ്മറി പോലെ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ്, ബിക്കോസ് ഞാൻ എക്സാമ്പിൾസ് വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. എക്സാമ്പിൾസ് മനസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പതിഞ്ഞിട്ടുണ്ട്. ആൻഡ് യു വുഡ് ഹാവ് ലേൺ ദീസ് ബൈ ദിസ് ടൈം അല്ലേ. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഒന്ന് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. യു ഹാവ് ലേൺ ദീസ്. ഡെഫിനിഷൻ പഠിച്ചു, ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഇനിഷ്യലും ഫൈനൽ പോയിന്റും ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെറ്റ് ഡിസ്റ്റൻസ്. പാത്ത് ഡിപ്പെൻഡൻസി വരുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് പാത്ത് ഡിപ്പെൻഡന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സ്കെയിലാർ ഓർ വെക്റ്റർ, ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദെൻ പോസിറ്റീവ്, നെഗറ്റീവ്, 0 വാല്യൂസ്. ഡിസ്റ്റൻസ് ക്യാൻ നെവർ ബി നെഗറ്റീവ്, എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ 0. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ നെഗറ്റീവോ പോസിറ്റീവോ 0 ആവും. ഇനി വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കണം. ദാറ്റ് ഈസ്, ഏതൊരു എക്സാമ്പിൾ എടുത്താലും ഇൻ എനി ഓഫ് ദ എക്സാമ്പിൾ ജസ്റ്റ് റിമെമ്പർ ദിസ്, എപ്പോഴും ഇത് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ തിരിച്ചൊക്കെ വന്നു,
ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഏത് എക്സാമ്പിൾ എടുത്താലും നിങ്ങളുടെ ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഐദർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഗ്രേറ്റർ ആവില്ല, എപ്പോഴും ഡിസ്റ്റൻസേ കൂടുതലാവുള്ളൂ. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ്സിന് ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ എങ്ങനെ പോയാലും ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡേ കൂടുതലാവത്തുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഐദർ ഈക്വൽ ടു അല്ലെങ്കിൽ കുറവ്. ഈക്വൽ ടു വരാൻ കേസ് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് പാത്ത് ആണെങ്കിൽ 2 പോയിന്റ്സ് ഉണ്ട്, ഇങ്ങനെ വാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ ആണ്. ഇങ്ങനെ ആകുമ്പോഴോ ഇവിടെ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് 4 മീറ്റേഴ്സ് ആണ്. സോ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഡിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ, ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വലന്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയുള്ള നമ്മുടെ കോൺസെപ്റ്റ്സ്. ബൈ ദിസ് we come to the end of the concepts in session 1. Motion, distance, displacement, differences. Okay, give me a quick thumbs up. Video ഇഷ്ടപ്പെടുകയാണെങ്കിൽ